നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിപ്പോൾ ദ്രോഹിക്കുകയോ അടിക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പുറമേ നോക്കുമ്പോൾ നല്ലതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. ഇതെന്താ ഇങ്ങനെ? ചിലപ്പോൾ നിങ്ങളോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യേ, ഞാൻ എന്ത് പറയാനാ, എൻ്റെ അഭിപ്രായത്തിനൊക്കെ എന്ത് വരെയുള്ളത്, എല്ലാം നിൻ്റെ ഇഷ്ടത്തിനല്ല നടക്കുന്നതെന്നുള്ള രീതിയിൽ പറയും. അപ്പം അത് കുറച്ചൊരു പാസീവായിട്ടായിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് തോന്നാം ഇത് NPD ആണോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഹീൽ വിത്ത് ദിവ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ചാനലും ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി ഫോർ NPD അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോവേർട്ട് നാർസിസത്തിനെ കുറിച്ചിട്ടാണ്. ഇത് കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവേർട്ട് ആയിട്ടുള്ള നാർസിസ്റ്റുകളെ പോലെ അത്ര വിസിബിൾ ആയിരിക്കില്ല. അവർ പുറത്തേക്ക് അത്ര അഗ്രസീവ് ആയിരിക്കില്ല, കുറച്ചുകൂടെ ഇന്നസെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ട്രോമാസ് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇവർക്കൊക്കെ കോമൺലി ഉള്ളതാണ് ഈ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള അവസ്ഥ. അതുപോലെ എംപതി ഇവർക്ക് ഉണ്ടായിരിക്കില്ല, ഇവർ ഭയങ്കരമായിട്ട് അഡ്മിറേഷൻ സീക്ക് ചെയ്യും, ഇവർക്ക് കൺട്രോൾ വേണം. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ട്രേറ്റ്സ് ആണെങ്കിലും ഇവർ കുറച്ചുകൂടെ പാസീവ് ആയിരിക്കും എന്നുള്ളതാണ്, അത്ര ആക്റ്റീവായിട്ട് നമുക്ക് കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് പിന്നെ കൺട്രോൾ വേണം, പക്ഷെ അവരത് പാസീവായിട്ടായിരിക്കും നേടുക. അതുപോലെ അവർക്ക് അറ്റൻഷൻ വേണം, എന്നാൽ അവർ ഓപ്പൺലി ചോദിക്കില്ല. ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെയൊക്കെ ആയിരിക്കും അവരത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രേറ്റ്സ് വരുന്നത്. അപ്പോൾ പുറമേ നമുക്ക് കാണുമ്പോൾ തോന്നും ഇവർ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, ഇവർ നാർസിസ്റ്റ് ഒന്നും അല്ലാന്ന് തോന്നാം. കാരണം ഈ മലിഗ്നന്റ് നാർസിസ്റ്റ് അല്ലെങ്കിൽ ഓവേർട്ട് അല്ലൽ നാർസിസ്റ്റൊക്കെ നമുക്കറിയാം, അവർക്ക് നമുക്കും അറിയാം, അതുപോലെ ബാക്കി നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ഇവരുടെ തനിനിറം. പക്ഷേ കോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വളരെ സൂത്രശാലികളാണ്, എന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. അപ്പം ഇനി കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഇവർ പുറത്തേക്ക് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അതിനേക്കാൾ ഉപരി ഇവരൊരു വിക്ടിം ഇമേജ് ആയിരിക്കും ഇവർ കാണിക്കുക. അതായത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ എങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഇവർ ആരും എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല, എനിക്ക് ആരും വാല്യൂ തരുന്നില്ല, ഞാൻ എന്താ പറയുക എത്ര ഇവർക്കൊക്കെ വേണ്ടി ഞാൻ എന്തൊക്കെ സഹിച്ചാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നത്. വളരെ കാം ആയിട്ടുള്ള നേച്ചറായിട്ടായിരിക്കും ഇവർ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളത്. അപ്പം ആർക്കും തോന്നും ഇവർ എത്ര സെൻസിറ്റീവാണ്, പാവമാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായും തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പം നിങ്ങൾ സ്ലോലി മനസ്സിലാക്കി തുടങ്ങും, അല്ലല്ലല്ല ഇത് ഇവരുടെ അടവാണ്, ഇവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇവരുടെ കൂടെ ജീവിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ടാവുന്നുണ്ട്, പുറമേ ഇല്ലെങ്കിലും ഞാൻ എന്തോ സംതിങ് റോങ് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ചില ഹിഡൻ ബിഹേവിയേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്താണ് പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് അല്ല, പാസീവ് അഗ്രഷൻ ആണ്. അപ്പോൾ അതിനൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് പോകണം എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് സർക്കിളിലുള്ള ഒരാളായിരിക്കാം. പക്ഷേ പുള്ളിക്കാരന് അത് ഇഷ്ടം ഉണ്ടാവില്ല. ആരാണോ നാർസിസ്റ്റിക് ആയിട്ടുള്ളത് അവർക്കത് ഇഷ്ടം വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് നിങ്ങളുടെ മുകളിൽ കൺട്രോൾ വേണം. അപ്പം അവരൊരിക്കലും പറയില്ല നീ പോവണ്ട, നീ പോയാൽ നീ തിരിച്ചിങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കര വിസിബിളായിട്ട് ഇത് പറയില്ല. പക്ഷെ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നീ പൊക്കോ, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനാണല്ലോ എല്ലാം നടക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നീ അല്ല തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു വെക്കും. അപ്പോൾ നമ്മൾക്ക് വിചാരിക്കും അയ്യോ ഇനി അങ്ങനെയാണോ, അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരനത് ഹേർട്ടാവോ, അതല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൻ്റെ കല്യാണം അല്ലേ ഈ പറഞ്ഞപ്പോൾ അത്ര അത്യാവശ്യമൊന്നും കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു മാറി നമ്മളെ കൊണ്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ് ഈ കോവേർട്ട് ആയിട്ടുള്ള നാർസിസ്റ്റിന് ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പിന്നെ അടുത്ത ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രിക്കാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവർ പണിഷ് ചെയ്യൊന്നുമില്ല. ഐ മീൻ ചില ഇപ്പം ഓവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നാർസിസ്റ്റ് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും, അവർ ഭയങ്കര അബ്യൂസീവ് ആവും ഒക്കെ ചെയ്യും. പക്ഷെ ഇവർ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇവർ മിണ്ടാതിരിക്കും, ചിലപ്പോൾ കാലങ്ങളോളം മിണ്ടാതിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഈ മിണ്ടാതിരിക്കുകയോ ഇവർ മിണ്ടാതിരുന്നാൽ നമുക്ക് സമാധാനമാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും ഒരു ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് ചെയ്യുന്നത്. പക്ഷെ പകരം ഒരു പണിഷ്മെൻ്റ് ആണത്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആകെയുള്ള ആൾക്കാർ നമ്മളോട് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു പണിഷ്മെൻറ്റ് തന്നെയാണ്. അതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളതാണ്.
പിന്നെ അടുത്തെന്ന് പറയുന്നത് വിക്ടിംഹുഡാണ്. ഇവരെപ്പോഴും ഒരു വിക്ടിമാണെന്നുള്ളത് ഇവർ വരുത്തി തീർക്കും. ഞാനാണ് ഞാൻ എന്തോരം ഹേർട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയും. അതുപോലെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല, എപ്പോഴും എൻ്റെ തെറ്റാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുക. അതപ്പോൾ നമ്മൾ വിചാരിക്കും, പുറമേ കാണുന്ന ആൾക്കാർ വിചാരിക്കും, അയ്യോ പാവം, ഇവരെ ഇത്രയും പാവമായിട്ടുള്ള, ഇത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഇവരെ എന്തിനാണ് ഈ കൂടെയുള്ള ആൾക്കാർ മനസ്സിലാക്കാത്തതെന്ന് ആരും ചിന്തിക്കും. സോ അങ്ങനെ ഒരു വിക്ടിം ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കോവേർഡ് നാർസിസ്റ്റുകൾ വളരെ മിടുക്കരാണെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു, ഇവരൊരിക്കലും നമ്മളെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു, അല്ലേ? നേരിട്ട് നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊന്നും പറയില്ല. പക്ഷേ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, എപ്പോഴും ഒരു പറയും, നീ ഭയങ്കരമായിട്ട് മാറിപ്പോയി കേട്ടോ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നീ ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇനി നിനക്കെന്നെ വേണ്ടാന്നാണ് തോന്നുന്നത് അല്ലേ എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയുക, സ്വീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ പാസീവായിട്ട് നിങ്ങളോട് പറയുന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്കൊരു ഗിൽറ്റ് അവിടെ ഉണ്ടാവും. അതായത് മെയിൻ ഇവരുടെയൊക്കെ പരിപാടി നമ്മളിൽ ഗിൽറ്റ് ഉണ്ടാക്കാന്നാണല്ലോ. അത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇനിയിപ്പം നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, സോ എന്നിട്ട് നീ ഇങ്ങനെയാണല്ലോ എന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, ശരിയാ, ഞാൻ എത്ര ഇതായിട്ടിരിക്കേണ്ട ആളാണ്, പക്ഷേ ഇപ്പം എന്തോ ഒന്ന് ഞാൻ ബിഹേവ് ചെയ്യുന്ന തെറ്റല്ല, ഇത് എൻ്റെ തെറ്റാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുള്ളതാണ് ഇവരുടെ ഒരു വേറെ രീതിയാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള എൻവി ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ കമ്പാരിസൺ ഉണ്ടാവും. നിങ്ങളുമായിട്ട് എപ്പോഴും അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളുടെ ഒരു പടി മുമ്പിൽ നിൽക്കാനാണ് അവരെല്ലാ അർത്ഥത്തിലും ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലൊന്നാണ് ഈ ഭയങ്കരമായിട്ട് അസൂയ, ജലസിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പ്രകടിപ്പിക്കില്ല. എന്നിട്ട് അവർ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ പോലും പറയും, ഇതൊന്നും അവൾ അത്ര വലിയ സ്പെഷ്യലൊന്നും അല്ലല്ലോ, അതൊന്നും അത്ര വലിയ നേട്ടമൊന്നുമില്ല, ഇതൊക്കെ ആർക്ക് വിചാരിച്ചാലും സാധിക്കുന്ന കാര്യമാണ്, അതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. ഇവർ പുറമേ എന്താ പറയുക, പ്രകടമായിട്ടോ പ്രകടമല്ലാതെയോ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുത്തി തീർക്കുന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇനി ഇങ്ങനെ കോവേർട്ട് ആയിട്ടുള്ള നാർസിസ്റ്റുകളുടെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ചേഞ്ച്, എവല്യൂഷൻ എന്താവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ഒക്കെ കാമായിരിക്കും, വളരെ ഓക്കെ ആയിട്ട് നിങ്ങൾ പോകും, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ പിന്നീട് ഇങ്ങനെ പോകെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് ഒക്കെ തോന്നി തുടങ്ങും. അതായത് എന്തോ സംതിങ് റോങ് ആണല്ലോ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തുടങ്ങും, എന്താണിത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പുറമേ വലിയ കുഴപ്പമില്ല, അങ്ങനത്തെ കൺഫ്യൂഷൻ തുടങ്ങാം. നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്താം. അതുപോലെ ഇനിയിപ്പോൾ എൻ്റെ തെറ്റാണോ, ഞാനാണോ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാം. പിന്നീട് അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇമോഷണലി തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലെത്തും, ഇമോഷണൽ എക്സ്പോഷനിലെത്തും. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനേക്കാളൊക്കെ ഉപരി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗിൽറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേട്ടോ. തുടക്കത്തിലൊന്നും വലിയ ഡ്രാമയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ പോകെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഗിൽറ്റും കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് എക്സോഷൻ സ്റ്റേജിലെത്തുന്ന ഒരു അവസ്ഥയാണ് കാണുക കേട്ടോ. ഇങ്ങനെ കോവേർട്ട് ആയിട്ടുള്ള നാർസിസ്റ്റിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോട് നമ്മൾ പറയണമല്ലോ. ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് അവെയർ ആവുക. അതായത് ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ്. ഒരു ദിവസത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ്ലി ഇവരുടെ കൂടെ കഴിയുന്ന സമയത്ത് ഇവർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ പ്രധാനമായിട്ടും അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഇങ്ങനെയല്ലല്ലോ, പക്ഷേ ഇവിടെ എന്തോ സംതിങ് റോങ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ ചെയ്ത കാര്യങ്ങൾക്കും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇങ്ങനെ ഗിൽട്ട് തോന്നേണ്ട കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ആൻഡ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരോട് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നോ പറയാനുള്ള റൈറ്റും ഉണ്ട്. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് റിലേഷൻഷിപ്പിലും രണ്ടുപേര് ചേർന്നതാണ് അല്ലേ. അപ്പം അവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും ഉണ്ട്, ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് അത്ര പോസിബിൾ ആയിരിക്കില്ല. നിങ്ങൾക്കത് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ, നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ട് ആ ഒരു അവയർനെസ്സോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് കേട്ടോ.
അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോവേർട്ട് നാർസിസത്തെ കുറിച്ചിട്ടാണ്. ഓവേർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കോവേർട്ട് നാർസിസ്റ്റിക്ക് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവരുമായിട്ട് മുന്നോട്ട് പോകണം, സർവൈവ് ചെയ്യണം എന്നാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നോ കോൺടാക്റ്റോ ലോ കോൺടാക്റ്റോ നിങ്ങൾ കീപ്പ് ചെയ്യുക, നിങ്ങളുടെ ബൗണ്ടറീസ് അവിടെ സെറ്റ് ചെയ്യുക. ആൻഡ് അതുകൊണ്ട് തന്നെ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങളുടെ ഇമോഷൻസിനെ ഡ്രെയിൻ ചെയ്യുന്ന, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്ര ഹെൽത്തി അല്ല. അങ്ങനെ ഉള്ള റിലേഷൻഷിപ്പിന് നിങ്ങൾ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ NPD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്സ് അവൈലബിൾ ആണ്. ഞാനൊരു NPD കോച്ച് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് സെഷൻസ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾ അതിൽ കണക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കോച്ചിങ്സ് ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സോ താങ്ക് യു. തുടർന്നുള്ള വീഡിയോസും കാണാം.